ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇമ്പാക്ട് കേരള കമ്പനിയുടെ പ്രധാന ലക്ഷ്യമെന്ത്? ഉത്തരം സംസ്ഥാനത്തെ ജീവിത നിലവാരം ഉയർത്തുക. ഇമ്പാക്ട് കേരള കമ്പനിയുടെ പ്രധാന ലക്ഷ്യമെന്ത്? ഉത്തരം സംസ്ഥാനത്തെ ജീവിത നിലവാരം ഉയർത്തുക. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത് എവിടെ? ഉത്തരം സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത് എവിടെയാണ്? ഉത്തരം സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും. സുസ്ഥിര നഗര വികസന പദ്ധതിക്ക് ധനസഹായം ലഭ്യമാക്കുന്ന ഏജൻസി ഏത്? ഉത്തരം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ ADB. സുസ്ഥിര നഗര വികസന പദ്ധതിക്ക് ധനസഹായം ലഭ്യമാക്കുന്ന ഏജൻസി ഏത്? ഉത്തരം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അഥവാ ADB. ഹരിത കേരളം മിഷൻ പ്രവർത്തനം തുടങ്ങിയതെന്ന്? ഉത്തരം 2016 ഡിസംബർ 8. ഹരിത കേരളം മിഷൻ പ്രവർത്തനം തുടങ്ങിയതെന്ന്? ഉത്തരം 2016 ഡിസംബർ 8. കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര? ഉത്തരം 6. കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര? ഉത്തരം 6. ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി ഏത്? ഉത്തരം സ്റ്റേപ്പീസ്. ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി ഏത്? ഉത്തരം സ്റ്റേപ്പീസ്. ശരീരത്തിലെ ഏത് അവയവത്തിലെ ചികിത്സയ്ക്കായി നടത്തുന്ന ശസ്ത്രക്രിയയാണ് ടിമ്പനോപ്ലാസ്റ്റി? ഉത്തരം ചെവി. ശരീരത്തിലെ ഏത് അവയവത്തിലെ ചികിത്സയ്ക്കായി നടത്തുന്ന ശസ്ത്രക്രിയയാണ് ടിമ്പനോപ്ലാസ്റ്റി? ഉത്തരം ചെവി. ഏത് വിറ്റമിൻ്റെ അഭാവമാണ് കണരോഗത്തിന് കാരണം? ഉത്തരം വിറ്റമിൻ ഡി. ഏത് വിറ്റമിൻ്റെ അഭാവമാണ് കണരോഗത്തിന് കാരണം? ഉത്തരം വിറ്റമിൻ ഡി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഉത്തരം മൃതസഞ്ജീവനി. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? ഉത്തരം മൃതസഞ്ജീവനി. ദാനം ചെയ്ത ഹൃദയം എത്ര സമയത്തിനുള്ളിൽ മാറ്റിവയ്ക്കണം? ഉത്തരം 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ. ദാനം ചെയ്ത ഹൃദയം എത്ര സമയത്തിനുള്ളിൽ മാറ്റിവയ്ക്കണം? ഉത്തരം 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ.